ഗൈസ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം മൈൻഡ് സ്ഫിയർ SMBയിലാണ്. അപ്പോൾ ഗൈസ് മൈൻഡ് സ്ഫിയർ SMBയിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബേസിൽ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ എൻ്റെ ആർമറല്ല, ഇത് ടൂൾസൊക്കെ ഫുൾ എൻചാൻറ്റഡ് ആയത് കണ്ടോ. അപ്പോൾ നമ്മൾ OP ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ ബാക്കിൽ ആരാ നെതർ പോർട്ടലിൽ കൂടെ വരുന്നല്ലോ, അനന്തു ബ്രോ. അപ്പോൾ അനന്തു ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇത് കണ്ടോ, സ്പൈ ഗ്ലാസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു OP ബോ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അയൺ ഫാം, XP ഫാം, ഇതെന്താണ് ഈ ബ്രോ കാണിക്കുന്നത്, അയൺ ഫാം, XP ഫാം ഒക്കെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഈ ഒരു എൻചാൻറ്റിങ് സ്റ്റേഷനായിരുന്നു ബിൽഡ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി പറഞ്ഞു തരാം, വിശദീകരിക്കാം, കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. എപ്പിസോഡിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഒരു വാണ്ടറിങ് ട്രേഡേഴ്സ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവന്മാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്പ്രൂസും അതുകൂടാതെ തന്നെ ഈ ഒരു ചെറി ബ്ലോസവും വാങ്ങിക്കാൻ പറ്റി. അപ്പം അത് നമ്മളിവിടെ നട്ട് ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇവിടെ കുറേ പെട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ മൈനിങ് ഏരിയ അതുപോലെ അവിടെ ഉണ്ട്. മൈനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളുടെ വീടും അതുപോലെ ഉണ്ട്. അപ്പോൾ ഇനി പുതിയ പരിപാടികൾ കാണിച്ചു തരാം. ഈ ബ്രോ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഒരടി കൊടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പം ഇവിടെ നമ്മളൊരു ട്രേഡിംഗ് ഹാള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ട്രേഡിംഗ് ഹാളല്ല നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ആദ്യമേ എവിടെ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് പോവാം. അപ്പോൾ ആദ്യമായി നമ്മളിവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു XP ഫാമാണ്. ഞാനല്ല, ക്ലൗണാണ് ബിൽഡ് ചെയ്തത്. ഞാൻ അതിൻ്റെ ഇലവേറ്റർ മാത്രമേ സെറ്റ് ചെയ്തോളൂ. അപ്പം അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇപ്പോൾ താഴെ പോയേനെ. ഓക്കെ, ഈ വഴിയൊക്കെ ഞാനാണ് സെറ്റാക്കിയത്. അപ്പോൾ ആദ്യം തൊട്ടേ നമുക്ക് തുടങ്ങാം. അപ്പം ഫസ്റ്റ് ക്ലൗൺ ഇവിടെ ഒരു XP ഫാം സെറ്റാക്കി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു സ്കെൽറ്റൻ സ്പോണർ കാണിച്ചു തന്നിരുന്നല്ലോ. അപ്പം അത് ക്ലൗൺ ഒരു ഫാമാക്കി. അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു ഇലവേറ്റർ ബിൽഡ് ചെയ്തു. അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് മാത്രമല്ല, ഇനി ഒരുപാട് പരിപാടികൾ ഞാൻ ചെയ്തുകൊണ്ട് ഫുൾ ഗ്രൈൻഡായിരുന്നു ഗൈസ്. അതാണ് ഇത്രയും ദിവസം എപ്പിസോഡ് വരായിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ല ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കാണുക. അതുകൂടാതെ തന്നെ ഏതെങ്കിലും കൂട്ടുകാർ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഇപ്പോൾ എന്താ വരാത്ത, അപ്പോൾ വരും ഗൈസ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ സ്റ്റോറേജ് സിസ്റ്റം. ഇവിടെയാണ് വന്ന് സ്റ്റോർ ആവുന്നത്. ഇത് ഒരു ഗുണവും കൂടെ ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ XP മാത്രം കിട്ടുന്ന ഫാമല്ല, ഗ്ലോയിങ് സാക്കും കൂടെ കിട്ടുന്നൊരു ഫാമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒഴിച്ചേക്കുന്ന വെള്ളത്തിനകത്ത് നമ്മുടെ ഗ്ലോ സ്റ്റുഡ് സ്പോൺ ആവുന്നൊരു ചങ്ക് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഗ്ലോ ഇങ്കും കൂടെ കിട്ടും. ഇതെന്താണ് സ്പോൺ ആവാത്തത്? ഇനി മുകളിലെല്ലാം ഇല്ല, കുഴപ്പമൊന്നുമില്ല, വന്നിട്ടുണ്ട്. പിന്നെ ഈ പെട്ടിക്കകത്ത് നമ്മളിവിടെ കുറച്ച് ബോയും ആരോ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എവിടെയാടേ? അടിയിലാണ്. ഓക്കെ ഗൈസ്, ഞാനിന്ന് ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെർവർ കയറിയതിന് ശേഷം ഇതേവരെ ഷെയ്ഡർ ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സീരീസ് എന്തായാലും ഷെയ്ഡർ ഇട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെയാണ്. ഇതാണ് നമ്മളുടെ വില്ലേജർ ബ്രീഡർ. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നു ഗൈസ്. ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഇവിടെയാണ് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇഷ്ടം പോലെ ഓവർലോഡായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാത്തിനും തല്ലി കൊല്ലണോ ഇനി. അനന്തു ബ്രോ VCയിൽ വന്നിട്ടുണ്ട്. ബ്രോ, എന്താണ് പരിപാടി? എന്തിനാണ് ഇവിടെ വന്നത്? കാര്യം പറയൂ. ഹലോ ഹലോ ഗൈസ്, ഹലോ. കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറയൂ. ബ്രൂയിങ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ ഇപ്പം എന്തുവാണ്, ബ്ലേസ് റോഡ് വേണ്ടേ? ബ്ലേസ് റോഡ് ഇല്ല ബ്രോ, എൻ്റെ കയ്യിൽ ആകെ ഒരെണ്ണേ ഉള്ളു. എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നെവർ മൈൻഡ്. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ സ്വന്തം അയൺ ഫാം. അപ്പോൾ അത് ബ്രോ പോയി പെട്ടിന്നെടുത്തോളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ അയൺ ഫാമും കാര്യങ്ങളൊക്കെ. അവിടെ സോംബി, വില്ലേജർ എല്ലാവരും ഉണ്ട്.
ഇതൊക്കെ കുറേയൊക്കെ അയൺ എടുത്തോണ്ട് നമ്മൾ ട്രേഡിംഗ് ഹാളിൽ ട്രേഡ് ചെയ്തു സുഹൃത്തുക്കളെ, ട്രേഡ് ചെയ്തു. ഓക്കെ, ആരാ വാരിക്കൊണ്ട് പോയിട്ടുണ്ട്? ബാക്കി പോപ്പി ഇരിപ്പുണ്ട്. പോപ്പി അടക്കം വാരിക്കൊണ്ടുപോയി ഗൈസ് ഇതിൻ്റെ ഇടയിൽ വെച്ച്. അതാണ് ഈ സ്പോണിനോട് ഒരുപാട് അടുത്ത് വീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വീട് മീൻസ് ബേസ് 1000-ലൊക്കെ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇഷ്യൂ അതാണ്. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് ഹാളിലോട്ട് പോവാം. നേരെ അങ്ങനെ നമ്മുടെ സ്വന്തം ട്രേഡിംഗ് ഹാളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാൾ. ഇവിടെ ആർമറർ ഉണ്ട്, ടൂൾ സ്മിത്ത് ഉണ്ട്, വെപ്പൺ സ്മിത്ത് ഉണ്ട്, പിന്നെ ആർമറർ ഉണ്ട്, കാർട്ടോഗ്രാഫർ ഉണ്ട്. ഇവിടെ ഏതാണ്ട് ഗോൾഡൻ ക്യാരറ്റ് ഉണ്ട്, അല്ല ഗോൾഡൻ ക്യാരറ്റ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഫാർമർ ഉണ്ട്. ഇവിടെ എമറാൾഡിന് വേണ്ടി ഫ്ലച്ചർ ഉണ്ട്. എല്ലാവരും സെറ്റാണ്. ഇവിടെ ഒരു കാർട്ടോഗ്രാഫർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രയൽ ചേംബറിൻ്റെ ആപ്പ് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വളരെ രഹസ്യപരമായി നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് വളരെ രഹസ്യമായി സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആരടാ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കൊണ്ട് വെച്ച്? അതെ അതെ അതെ, കേട്ടു ഗൈസ്, അനന്തു ബ്രോ കേട്ടു, കുഴപ്പമില്ല, വളരെ രഹസ്യം. ഞാനൊന്നും കേട്ടില്ല. അപ്പോൾ ഗൈസ് ഇവിടെ പിന്നെ ലൈബ്രറിയൻസ് ഉണ്ട്, ലക്ക് ഓഫ് ദ സീ, ലൂട്ടിങ്, സിൽക്ക് ടച്ച്, അൺബ്രേക്കിംഗ്, ഫയർ ആസ്പെക്ട്, പിന്നെ ഒരുപാടുണ്ട്. ഇതിപ്പോഴങ്ങ് വായിച്ചു തരത്തില്ല, ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നിന്ന് വായിച്ചോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ സോഡിൽ ഷാർപ്നെസ്, ലൂട്ടിങ്, അൺബ്രേക്കിംഗ്, ഫയർ ആസ്പെക്ട്, നോക്ക് ബാക്ക്, മെൻഡിങ്. ഇതിനകത്ത് ചിലതൊക്കെ നമ്മൾ ആദ്യമേ നമ്മുടെ എൻചാൻറ്റിങ് ടേബിളിൽ വെച്ച് എൻചാൻറ്റ് ചെയ്തതാണ്. ഷവലിനകത്ത് അൺബ്രേക്കിംഗ് 3, മെൻഡിങ് എഫിഷ്യൻസി 4, പിക്കാക്സിൽ സിൽക്ക് ടച്ച്, അൺബ്രേക്കിംഗ് 3, മെൻഡിങ് എഫിഷ്യൻസി 4, ആക്സിലും അതുപോലെ തന്നെ സിൽക്ക് ടച്ച് ഇല്ല. പിന്നെ വേറൊരു പിക്കാക്സും കൂടെ ഉണ്ട്, ഫോർച്യൂൺ ഇട്ടത്. ഇനി നമുക്ക് ഓരോരുത്തർ ബേസുകൾ വിസിറ്റ് ചെയ്യാൻ പോവാം. അതും കൂടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഗോളാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ നെതർ പോർട്ടൽ ഓരോരുത്തരുടെ ബേസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അത് കാണിച്ചു തരാം. നമ്മൾ സ്പോണിലൊക്കെ പോവുകയാണെന്ന്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമ്മളപ്പോൾ അനന്തപുരം വരും. അനന്തപുരം വരൂലേ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ പോർട്ടൽ. ഞാൻ ഇത്രയും ഭാഗം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൂ ഐസൊക്കെ നമ്മൾ ആസ്ട്രോയുടെ ബേസിൽ പോയി വാരിക്കൊണ്ട് വന്നതാണ്. ഇനി പോകണം. അതുപോലെ തന്നെ ഈ ഒരു സ്പൈ ഗ്ലാസ് ഉണ്ടോ? സ്പൈ ഗ്ലാസ്സിന് എൻ്റെ മൈനിങ് ഏരിയയിൽ ഇത് കിട്ടിയില്ല, ജിയോയിഡ് കിട്ടിയില്ല ഗൈസ്. പിന്നെ ആസ്ട്രോയുടെ മൈനിങ് ഏരിയ പോയി ജിയോയിഡ് പോയി മൊത്തത്തിൽ വാരിക്കൊണ്ട് വന്നു. അപ്പോൾ ഇവിടുത്തെ ഒരാളുടെ ബേസ് ഉണ്ട്, ഇൻട്രോവേർട്സ് വൈറ്റ് ഓക്സി. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അവരെ ബേസ് കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് സ്പോണിൽ പോവാം. അവരെയും ആസ്ട്രോയുടെയും ബേസ് കണ്ടിട്ട് നമുക്ക് സ്പോണിൽ പോവാം. നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം ഇൻട്രോവേർട്സ് വൈറ്റിയുടെ ബേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാര്യമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ബാമ്പു കൃഷിയാണ്. ഇവിടെ വീറ്റ് ഫാമൊക്കെ ഉണ്ട്, സെറ്റാണ്. ഇവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, എല്ലാം അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഈ ചവർ നമുക്കിവിടെ കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നേരെ നെതർ പോർട്ടൽ ഡെക്കറേറ്റ് ചെയ്തു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ അടുത്ത ആസ്ട്രോയുടെ ബേസിലോട്ട് പോവാം. ഇവിടെ പോർട്ടലിൻ്റെ മുമ്പ് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നേരെ ആസ്ട്രോയുടെ ബേസിലോട്ട് പോവാം. ആസ്ട്രോയുടെ ബേസിലോട്ട് ഒത്തിരി നടക്കേണ്ടതായിട്ടുണ്ട് നെതറിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആസ്ട്രോയുടെ ബേസിലോട്ട് പോവാം. സോൾസ് ആൻഡ് സ്പീഡ് കുറയുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ആസ്ട്രോയുടെ ബേസിലെത്തിയിരിക്കുകയാണ്. ആസ്ട്രോയുടെ മാത്രമല്ല, ആസ്ട്രോയുടെ മടിയൻ്റെയും കൂടി ബേസാണ്. ഇവിടെ വീടൊക്കെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇതെന്താടെ ഇറങ്ങാൻ പറ്റാത്ത? ഓക്കെ, ഇവിടെയൊക്കെ വീടൊക്കെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്തി ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ ബേസിൽ പോകുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, ഐസ് ബയോം കണ്ടോ ബാക്കിൽ? അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഐസ് വാരിയത്. ഇനി നമ്മൾ വാരും, ഇനി ഇങ്ങോട്ട് വരും. ഇവിടെ എന്തോ ചെറിയ സ്റ്റോറേജ് ഏരിയയും പ്ലസ് മൈനിങ് ഏരിയ ആണ്. എന്താ പറ്റി? അയ്യോ, വാട്ട് ഹാപ്പൻ ബ്രോ? എൻ്റെ കയ്യിൽ ബ്ലോക്കൊന്നുമില്ല കേട്ടാ. ഞാൻ കുഴിച്ച് സഹായിച്ചു തരാം. കേറിക്കോ. ഓക്കെ, കമോൺ. അപ്പം അത്രയൊക്കെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ. അപ്പം ഏകദേശം ഞാൻ മാത്രമാണ് ഇപ്പോൾ OP ആയിട്ടുള്ളത്.
നമ്മളെ തൊട്ട് പിറകെ നമ്മുടെ അനന്തു ബ്രോ ഉണ്ട്. അവരവിടെ ട്രേഡിംഗ് ഹാളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ആളുടെ ബേസിൽ പോവാം. ഇനി നമ്മൾ വിസിറ്റ് ചെയ്യാനുള്ളത് 2 പേരുടെ ബേസാണ്. ഒന്ന് ഗെയിമർ ഡ്യൂഡിൻ്റെയും ലോഡ് കൊമ്പൻ്റെയും. അവർ 2 പേരെ കൂടെ ഒറ്റ ബേസ്. പിന്നെ അനന്തു ബ്രോയുടെയും ബ്രൂക്കിൻ്റെയും ബേസ്. അപ്പം അനന്തു ബ്രോയുടെയും ബ്രൂക്കിൻ്റെയും ബേസിൽ പോകണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് പോകണം. ലോഡ് കൊമ്പൻ്റെയും ഗെയിമർ ഡ്യൂഡിൻ്റെയും ബേസിൽ പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം. അപ്പം ഇനി നമുക്ക് ആദ്യമേ സ്പോണിൽ പോവാം. അനന്തു ബ്രോ പെട്ടെന്ന് വാ, അനന്തു ബ്രോ പെട്ടെന്ന് വാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ ഇവരുടെ എല്ലാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണും. പോയി ചെക്കൗട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോണിലെ നെതർ പോർട്ടൽ ബിൽഡ്. ഇത് ഞാനാണ് സെറ്റ് ചെയ്തത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇത് നമ്മുടെ സ്പോൺ ബിൽഡ്, എല്ലാവരും സ്പോൺ ആവുന്ന ബിൽഡ്. ഇത് നമ്മൾ ചെയ്തത് നമ്മുടെ സ്വന്തം ലോഡ് കൊമ്പനാണ്. ഇതെന്താടാ ഡേയ് മാറിക്ക്. ഓ ഇപ്പം ചത്ത് തിരിച്ച് ബേസിൽ പോയേനെ. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരു ഡോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതും സെറ്റാണ്. അപ്പോൾ ഐസിൽ പോയതുകൊണ്ട് തണുപ്പെന്നൊക്കെ ഇത് ചെയ്തത്. നമ്മളുടെ വക ഇവിടെ ഒരു ഷോപ്പ് വരുന്നുണ്ട്. ഷോപ്പൊക്കെ സസ്പെൻസ് ആണ്. അതൊക്കെ എന്താണ് ബിൽഡ് ചെയ്യുന്നതെന്ന് ബിൽഡ് ചെയ്തിട്ടേ പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ അടിച്ച് മാറ്റും. അതുകൊണ്ട് നമുക്ക് അത് രഹസ്യമായി സൂക്ഷിക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ അനന്തു ബ്രോയുടെ ബേസിലോട്ട് പോകാം. അപ്പം അങ്ങനെ നമ്മുടെ അനന്തു ബ്രോയുടെ ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അനന്തു ബ്രോയുടെ ബേസിലോട്ട് പോകാം. നമ്മളെ പോർട്ടലിൽ കയറിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാം, സെറ്റാക്കാം, എല്ലാം അടിപൊളിയാക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ അനന്തു ബ്രോയുടെ ബേസിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ നട്ടുച്ചയ്ക്കെങ്ങാണ്ടാണ് അവിടുന്ന് പുറപ്പെട്ടത് സ്പോണിൽ നിന്ന്. ഇവിടെ എത്തിയപ്പോൾ കണ്ടോ ഏകദേശം നേരെ ഇരുട്ടി അല്ലേ ബ്രോ? അതെ അതെ ബ്രോ ഒന്നും പറയുന്നില്ല. ഓക്കെ, നമുക്കവിടെ നിന്ന് ജസ്റ്റ് കിടന്ന് ഉറങ്ങാം. എന്നിട്ട് തിരിച്ചു ചെല്ലുമ്പം അപ്പം തന്നെ നമുക്ക് ഇവിടെ ഇവർക്ക് പെറ്റൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പം ധാര പെറ്റാണ് ബ്രോ, ധാര പെട്ടിക്കുട്ടി ബ്രോക്കിൻ്റെ. അനന്തു ബ്രോ സിംഗിളാണ് ഗൈസ്, നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. അനന്തു ബ്രോ എപ്പോഴും സിംഗിളായിരിക്കും അല്ലേ? ഓ IRL കമ്മിറ്റഡ് ആണ്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളെ മൈൻക്രാഫ്റ്റ് ബ്രോ പെറ്റിനൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കും. ഓക്കെ, അന്തരീക്ഷം. അപ്പോൾ ഗൈസ് ഇതാണ് അവരുടെ ബേസ്. കൊള്ളാം. ഇത് റെയ്ഡൊക്കെ കഴിഞ്ഞാടെ അതിൻ്റെ ഇടയ്ക്ക്. ഗൈസ് റെയ്ഡൊക്കെ കഴിഞ്ഞേക്കുന്നു. അതുകൊണ്ട് മുകളിൽ ബാനറൊക്കെ വെച്ചിരിക്കുന്നു, സെറ്റാക്കിയിരിക്കുന്നു. പിന്നെ ഇവിടെ എന്തോ സ്മെൽറ്റർ എങ്ങാണ്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പോയ ബേസുകളിൽ അധികം ഒന്നും കാണാനില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ചെങ്കിലും വിസിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്. പിന്നെ എന്താണ്ട് ഇവിടെ ടവറാ. ഇതെന്തൊരു ടവർ? വാട്ട് ടൈപ്പ് ഓഫ് ടവർ ഈസ് ദിസ് ബ്രോ? ലുക്ക് ഔട്ട് ടവർ പ്ലസ് ട്രേഡിംഗ് ഹാൾ. എവിടെയാടാ ട്രേഡിംഗ് ഹാള്? ഇവിടെയാണ് ട്രേഡിംഗ് ഹാള്. ഓക്കെ ഗൈസ്, കമോൺ ബ്രോ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്താ റെയ്ഡാണോ ഉദ്ദേശിച്ചത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫുള്ള് വില്ലേജസ് സെറ്റാണ്. മെൻഡിങ്, ഷാർപ്നെസ്, തോൺസ്, പ്രൊട്ടക്ഷൻ ഫോർ എഫിഷ്യൻസി ആൻഡ് ബ്രേക്കിംഗ്, സിൽക്ക് ടച്ച്, ലൂത്തിങ്, ഇൻഫിനിറ്റി. യെസ്, ദാണ്ടേ ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു കേട്ടോ. നെവർ മൈൻഡ് കേട്ടോ. എന്നിട്ട് ഇൻഫിനിറ്റി മേടിച്ചിരുന്നു. ആ ഇൻഫിനിറ്റിയുടെ ഗുണം ഞാനൊന്ന് കാണിച്ചു തരാം. ഏയ് അപ്പോൾ ഗൈസ് നമ്മളൊരു OP ബോ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നാണ് നമ്മൾ ഇൻഫിനിറ്റി മേടിച്ചത് ഗൈസ്. ഓക്കെ, എന്തുവാടാ അത് വില്ലേജസിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് വെളിയിലോട്ട് പോകാം. നമ്മുടെ അനന്തു ബ്രോ, നിനക്ക് കത്തണമെന്ന് വേണ്ട, കത്തിക്കണ്ട. ഞാൻ എൻ്റെ ബോ ടെസ്റ്റ് ചെയ്തതാണ്. നാട്ടുകാർക്ക് കാണാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തതാണ്. കൊണ്ടുപോ, ഞാൻ മുകളിൽ ഇരിപ്പുണ്ട്.
നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല ഗൈസ്. അയ്യോ ദൈവമേ, എന്നെ കൊല്ലാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇല്ലടാ, എനിക്ക് കത്തുന്നതൊന്നുമില്ല, എനിക്ക് നോ ഇഷ്യൂസ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇരട്ടി വില്ലേജേഴ്സാണ് അവിടെ കിടക്കുന്നത്. എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. ഫോണല്ലേ, ഫോണായാലും PC ആയാലും എന്തോ എന്തുവാടേ, PC അല്ലേ കൂടുതൽ പവർ. പിന്നെന്തോ ഫോണിന് പറയുന്നത്, ഫോണിനാണ് ലാഗടിച്ച് പോപ്പാട് വേണ്ട. ഇവിടെ എന്തോടെ ബ്രോ, അത് പോട്ട് വാ, നമുക്ക് ബാക്കി കാണാം. ഇവിടെയാണ് XP ഫാം. ഇവരുടെ എത്ര മണിക്കൂർ നിൽക്കണമെന്നറിയാവോ ഒരു XP കയറണമെങ്കിൽ? അത്രയ്ക്ക് നല്ല കിടില ഫാം. അപ്പോൾ ഗൈസ്, എൻ്റെ XP എല്ലാം എവിടെ പോയെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇവന്മാർക്കെല്ലാം നെതർ ഹൈവേ പണിഞ്ഞു കൊടുക്കാൻ പോയതാണ്. 2-3 ചത്ത്. പക്ഷെ ആർമർ പോയില്ല, പക്ഷെ XP പോയി. ഇവിടെ നിന്നൊന്നും വരുന്നില്ലേ? ഈ മഡോഡിൻ്റെയും ലോഡ് കൊമ്പൻ്റെയും ബേസിലെത്തിയിരിക്കുകയാണ്. യെസ്. അപ്പോൾ നമുക്ക് നേരെ അവരുടെ ബേസിലേക്ക് എൻ്റർ ആവാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കാര്യമായ പരിപാടികൾ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അനന്തു ബ്രോ, അവിടെ ഉണ്ടാ. അപ്പോൾ ഗൈസ്, ഇവിടെ അങ്ങനെ അധികം ഇവിടെ എന്താ വീട് പോലും കാണുന്നില്ലല്ലോ. ഇവിടെ വീട് പോയിട്ട് വീടിൻ്റെ അടിസ്ഥാനം പോലും അവർ കെട്ടി തുടങ്ങിയില്ലെന്നാണ് തോന്നുന്നത്. ഫുള്ള് സ്പ്രൂസ് നട്ടു വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. സ്പ്രൂസ് ഇവരൊക്കെ ഇവിടെ വില്ലേജ് ഒന്നും ഇല്ലേടേ. ഇതെന്തൊരു മലയടേ, എവിടെ വരാൻ? ചായ കുടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നമ്മളെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ അറിയിക്കാം. അപ്പം ഇനി നെക്സ്റ്റ് എപ്പിസോഡ് ചിലപ്പോൾ ക്ലൗണിൻ്റെ ചാനലിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം ഏതെങ്കിലും കൂടി ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്രേ പറയുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയുടെ മറ്റേ കാണാം. ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ്. ബൈ.